KSRTCയിൽ സൗജന്യം കൊടുക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ ആദ്യത്തെ ആവശ്യം KSRTC ലാഭത്തിലാക്കുക എന്നതല്ല, KSRTC സർവീസ് മെച്ചപ്പെടുത്തുക, കൂടുതൽ ആളുകളിലേക്ക് KSRTC എത്തിക്കുക, കൂടുതൽ ആളുകൾ അതിൽ കയറുക, അങ്ങനെയൊക്കെ അതിന് പല മാനങ്ങളുണ്ട്. AC ബസ്സും സൂപ്പർ ഫാസ്റ്റും ഒന്നും അല്ലെങ്കിൽ അതുപോലുള്ള വണ്ടികൾ കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. കാരണം ഡെയിലി നമ്മളതിൽ യാത്ര ചെയ്യും. ഇതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താ? സ്ത്രീകളുടെ മൊബിലിറ്റി കൂട്ടുക എന്നുള്ളതാണ്. പൊതുഗതാഗതത്തിലേക്ക് അവരെ കൊണ്ടുവരിക. KSRTC നഷ്ടത്തിലാവില്ല എന്ന് മുഖ്യമന്ത്രി അസംബ്ലി തന്നെ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഭാരം KSRTCക്ക് അല്ല. കാരണം KSRTC അല്ല തീരുമാനിച്ചത്, ഗവൺമെന്റാണ്. ഗവൺമെന്റ് ഒരു കാര്യം തീരുമാനിച്ചാൽ അതിന്റെ ഭാരം KSRTCയുടെ മേൽ ഇടാൻ പാടില്ല. സിമ്പിൾ അല്ലേ? ഇപ്പൊ കഴിഞ്ഞ ദിവസം തോമസ് ഐസക്കിന്റെ ഒരു ഇത് കണ്ടു, ഇതിനെതിരായി പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ ശമ്പളം കൊടുക്കാൻ 60 കോടി, പെൻഷൻ കൊടുക്കാൻ 100 കോടി കൊടുക്കണു. അപ്പൊ KSRTC അങ്ങനെ ലാഭത്തിലൊന്നും ആയിട്ടില്ല. ഇപ്പോഴും ശമ്പളവും പെൻഷനും കൊടുക്കാൻ സർക്കാർ കാശ് കൊടുക്കണം. അതിന്റെ ഗുണം അതിൽ ജീവനക്കാർക്ക് മാത്രമല്ലേ. കൂടുതൽ ആളുകൾ KSRTC കയറണം, കൂടുതൽ ഷെഡ്യൂളുകൾ വേണം. അതിൽ ലാഭകരമല്ലാത്ത ഷെഡ്യൂൾ എന്ന് വെച്ചാൽ തീരെ മോശമായ ആരും കയറാത്ത ഷെഡ്യൂൾ, മന്ത്രിയുടെ വീടിന്റെ മുമ്പിൽ കൂടി പോകണം, അല്ലെങ്കിൽ MLAയുടെ വീടിന്റെ അടയിൽ കൂടി പോകണം എന്ന് പറയുന്ന ഷെഡ്യൂൾ നമ്മൾ നോക്കണം. തെരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഏറ്റവും കൂടുതൽ ആശങ്ക ഇന്നും നിലനിൽക്കുന്നത് KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രയാണ്. പ്രഖ്യാപിക്കുന്ന സമയത്ത് യാതൊരുവിധ മാനദണ്ഡങ്ങളും പറഞ്ഞിരുന്നില്ല. എല്ലാ സ്ത്രീകൾക്കും KSRTCയിൽ സൗജന്യ യാത്ര എന്നാണ് പറയുന്നത്. അധികാരത്തിൽ വന്ന അല്ലെങ്കിൽ UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ തന്നെ മുഖ്യമന്ത്രി പറയുന്നുണ്ട് ജൂൺ 15 മുതൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുമെന്ന്. അതിൻ്റെ അകത്ത് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ഓർഡിനറി ബസ്സിൽ മാത്രമാണ് നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ വടക്കൻ ജില്ലകളിലേക്ക് അത് ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ വടക്കൻ ജില്ലയിലെ സ്ത്രീകൾക്ക് അത് ഉപയോഗിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അവർക്ക് അതിന്റെ പ്രയോജനം ലഭിക്കില്ല എന്നൊക്കെയുള്ള ഒരു അഭിപ്രായം നിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫാസ്റ്റിന് നൽകുമോ എന്ന് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. KSRTC നിലവിൽ നഷ്ടത്തിൽ തന്നെയാണ്. കൂടുതൽ നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് ആണോ എത്തുന്നതെന്നൊരു ചോദ്യമുണ്ട്. സർക്കാർ ഫണ്ട് ചെയ്യേണ്ടി വരും. സർക്കാർ സാമ്പത്തികമായി വളരെ പിരിമുറുക്കത്തിൽ, അല്ലെങ്കിൽ കടത്തിന്മേൽ കടത്തിലാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇതൊരു അബദ്ധമായി. എന്തായാലും ഇനി ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറഞ്ഞത് കൊണ്ട് പിന്നോട്ട് പോകാൻ സർക്കാരിന് കഴിയുകയുമില്ല. അപ്പോൾ 15-ാം തീയതി എന്ന് പറയുന്നത് വളരെ പെട്ടെന്നെടുത്തൊരു തീരുമാനമാണോ എന്നൊരു ചോദ്യം ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇത് എത്രത്തോളം കേരളത്തെ കൂടുതൽ വരിഞ്ഞു മുറുക്കും എന്നൊരു ചോദ്യമുണ്ട്. അവസാനം KSRTC അല്ലെങ്കിൽ ഈ സർക്കാർ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും തെറ്റായ തീരുമാനമാണ് എടുത്തത് എന്ന് KSRTCയുടെ വിഷയത്തിൽ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ? ഒരിക്കലുമില്ല. ഞാൻ KSRTCയിൽ സ്ത്രീകൾക്ക് കൊടുത്തത് ആദ്യം മുതൽ അവസാനം വരെ സൗജന്യം കൊടുക്കണമെന്ന അഭിപ്രായക്കാരനാണ്. പക്ഷേ ഈ ചോദിച്ചതുപോലെ ഏതൊക്കെ ബസ്സിൽ കൊടുക്കണം, അതൊരു പഠനം. ഇവരെന്തായാലും ഇപ്പോൾ ജെൻഡർ ടിക്കറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണ്ട് അറിയാം. കുറച്ച് സാമ്പിളൊക്കെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവരൊരു കണക്കുണ്ട്. ഇതാകുമ്പോൾ 30 കോടി, ഓർഡിനറി 30 കോടി, മറ്റേതാണെങ്കിൽ 48 കോടി, അങ്ങനെ കണക്കുകളുണ്ട്. ഞാൻ അതിൻ്റെ കണക്ക് കൃത്യം ഓർക്കുന്നില്ല. പക്ഷേ സൂപ്പർ ഫാസ്റ്റിൽ കൊടുത്താൽ ഇത്ര, അങ്ങനെയൊക്കെ ഉണ്ട്. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം, AC ബസ്സും സൂപ്പർ ഫാസ്റ്റും ഒന്നും അല്ലെങ്കിൽ അതുപോലുള്ള വണ്ടികൾ കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. കാരണം ഡെയിലി നമ്മളതിൽ യാത്ര ചെയ്യുന്നില്ല. ഇതിൻ്റെ ആവശ്യം എന്താ? നിരന്തരം യാത്ര ചെയ്യുന്ന, പ്രത്യേകിച്ചും തൊഴിലിടങ്ങളിൽ പോകുന്ന സ്ത്രീകൾ, അല്ലെങ്കിൽ ചെറിയ തൊഴിൽ എന്ന് പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗം മാത്രമല്ലല്ലോ. ഇപ്പം മീൻ പിടിക്കാൻ പോകുന്ന, മീൻ വിൽക്കാൻ പോകുന്ന സ്ത്രീകൾ, ചെറിയ ഈ കടകളിൽ, ഷോപ്പിൽ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് ഈ ചെറിയ ഷോപ്പുകളിലാണ്, ചെറിയ വരുമാനത്തിനാണ്. സാരി, ജ്വല്ലറി കടകൾ ഒക്കെ. അതുപോലെ ചെറിയ IT പോലെയുള്ള ചെറിയ സ്ഥാപനങ്ങൾ. ഞാൻ പറഞ്ഞ വലിയ IT കമ്പനികളല്ല, ഡാറ്റ എൻട്രി അതുപോലെയുള്ള സ്ഥാപനങ്ങൾ. ഒരുപാട് പെൺകുട്ടികൾ ഇപ്പോൾ പുറത്തുപോയി ജോലി ചെയ്യുന്നുണ്ട്, പാർട്ട് ടൈമായി ഫുൾ ടൈമായി. അവരെ സംബന്ധിച്ചിടത്തോളം KSRTCയിൽ സൗജന്യ യാത്ര എന്ന് പറയുന്നത് അവർക്ക് വലിയൊരു ഗുണമാണ്. പിന്നെ ചില പ്രദേശങ്ങളിൽ ഇതിന് കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടും, ചില പ്രദേശങ്ങളിൽ കുറയും. അതും ശരിയാണ്. കാരണം KSRTC എല്ലാമെങ്കിലും ഒരുപോലെയല്ല. അതിൻ്റെ കണക്ക് വന്നിട്ടുണ്ട്, ഓരോ ജില്ലകളിലും എത്ര സർവീസ് ഉണ്ട് എന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ തിരുവനന്തപുരത്തെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സന്തോഷമാവും. കാരണം KSRTC ഓർഡിനറിക്ക് കൊടുത്താൽ പോലും മതി, അവർക്ക് ഒരുപാട് ഗുണമുണ്ട്. അതുപോലെ ഞാൻ കണ്ടത് വയനാട്ടിലെ സ്ത്രീകൾക്ക്, കാരണം വയനാട്ടിൽ KSRTC ആണ് അധികം. ഇപ്പോൾ വയനാട്ടിൽ തിരുനെല്ലിയിൽ നിന്നോ മാനന്തവാടിയിൽ നിന്നോ ഒരു സ്ത്രീക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി ഒരു പൈസ കൊടുക്കാതെ ചികിത്സിച്ച് യാത്ര ചെലവില്ലാതെ ചികിത്സിക്കാൻ കഴിയും. ചെറിയ കാര്യമല്ല അത്. അങ്ങനെ എല്ലാവരും മെഡിക്കൽ കോളേജിൽ പോകണമെന്നുള്ളതല്ല ചോദ്യം. ഇപ്പോൾ കൽപ്പറ്റയ്ക്ക് വരാനോ, അല്ലെങ്കിൽ വയനാടിൻ്റെ പല ഭാഗത്തുനിന്ന്, വയനാട്ടിൽ മിക്കവാറും എല്ലാം KSRTC ആണ്. ഇപ്പോൾ ഓർഡിനറി എന്ന് പറയുമ്പോൾ അതിൽ TT ഒക്കെ വരുമല്ലോ. TTയും ഒരു ഓർഡിനറിയുടെ ചാർജാണല്ലോ അത്. അപ്പോൾ അത് ഞാൻ ഓർഡിനറിയുടെ കാര്യത്തിൽ നമുക്ക് തുടങ്ങാം. ഓർഡിനറി ചെയ്താൽ തന്നെ 2 ജില്ലകൾ പെട്ടെന്ന് ആളുകൾക്ക് ഗുണമുള്ളതാണ്. ഞാൻ ഈ എറണാകുളത്തിരുന്നാണ് സംസാരിക്കുന്നത്. ഞാൻ എറണാകുളത്ത് കാണുന്ന ഒരു കാര്യം,
രാവിലെ കളക്ടറേറ്റ് ഒട്ടനവധി ട്രാൻസ്പോർട്ട് ബസ്സുകൾ വരുന്നുണ്ട് പല ഭാഗത്തുനിന്ന്. അതിൽ വലിയ ഭാഗം സ്ത്രീകളാണ്. അവരൊക്കെ കളക്ടറേറ്റിലും കാക്കനാടും സെപ്സിലും ഒക്കെ ജോലി ചെയ്യാൻ വരുന്നവരാണ്. ആലുവ കാക്കനാട് അല്ലെങ്കിൽ മൂവാറ്റുപുഴ കാക്കനാട് ഒക്കെ വരുന്ന അവർക്കൊക്കെ വലിയ തോതിലുള്ള ഗുണമുണ്ട്. ഞാൻ പറഞ്ഞ സർക്കാർ ഉദ്യോഗസ്ഥരെക്കാൾ പ്രൈവറ്റിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ചെറിയ തൊഴിൽ കൈത്തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ ചെറിയ ബിസിനസ് നടത്തുന്ന, ഇപ്പോൾ മൂവാറ്റുപുഴയിൽ നിന്ന് ഇവിടെ വന്ന ഒരു കട എന്തെങ്കിലുമൊക്കെ കടയിൽ വർക്ക് ചെയ്യുന്ന അങ്ങനെയുള്ള ആളുകൾക്ക്. അല്ല, അങ്ങനെയാണെങ്കിൽ ഒരു മാനദണ്ഡം പ്രഖ്യാപിക്കാമായിരുന്നല്ലോ, സർക്കാർ ജീവനക്കാരായ സ്ത്രീകളെ ഒഴിവാക്കിക്കൊണ്ടൊരു അല്ല, അങ്ങനെ മാനദണ്ഡം നടക്കില്ല. അങ്ങനെ ഒരു മാനദണ്ഡം നമ്മളൊരു സെലക്റ്റീവ് ആയിട്ട് കൊടുക്കുക എന്നുള്ളത് ശരിയല്ല. കാരണം ഇപ്പോൾ ഇത് കൊടുത്തിട്ടുള്ള വലിയ സംസ്ഥാനങ്ങളുണ്ടല്ലോ. ആദ്യം കൊടുത്തത് ഡൽഹിയാണ്, അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ചെന്നൈയാണ്, ബാംഗ്ലൂർ, ഇപ്പോൾ തെലങ്കാന, പിന്നെ വേറെ പഞ്ചാബ്, ഇവരൊക്കെ കൊടുത്തിട്ടുണ്ട്. അവരാരും വരുമാനത്തിൻ്റെ മാനദണ്ഡം ഇതിൽ എടുത്തിട്ടില്ല. കാരണം അത് കള്ള സർട്ടിഫിക്കറ്റാണ് നമ്മുടെ നാട്ടിൽ. എല്ലാവരും വരുമാന സർട്ടിഫിക്കറ്റും. ഇപ്പം നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥയാണോ അല്ലയോ എന്ന് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും? നിങ്ങൾ കടയിൽ ജോലി ചെയ്യുകയാണോ, മത്സ്യം വിൽക്കാൻ പോണതാണോ, സർക്കാർ ഉദ്യോഗസ്ഥയാണോ, നിങ്ങളെങ്ങനെ പിടിക്കാൻ പറ്റുക? അങ്ങനെയില്ല. ഞാൻ പറയണേ, ഇതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താ? സ്ത്രീകളുടെ മൊബിലിറ്റി കൂട്ടുക എന്നുള്ളതാണ്. പൊതുഗതാഗതത്തിലേക്ക് അവരെ കൊണ്ടുവരിക. ഇപ്പം സ്ത്രീകൾ പലരും സ്കൂട്ടറും വലിയ ബുദ്ധിമുട്ടി കാറൊക്കെ ഓടിക്കുന്നവരല്ല ഞാൻ പറഞ്ഞത്, സ്കൂട്ടറിൻ്റെ പിന്നിലിരുന്ന് ഒക്കെ വരികയാണ്. കാരണം വരുമാനം അത്രേ ഉള്ളൂ. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം പൊതുഗതാഗതത്തിലേക്ക് കൊണ്ടുവരിക. ഞാൻ എപ്പോഴും പൊതുഗതാഗതത്തിൻ്റെ സപ്പോർട്ടറാണ്. അതിന് പല കാരണങ്ങളുണ്ട്. പരിസ്ഥിതിയുണ്ട്, റോഡിലേക്ക് ട്രാഫിക് ഉണ്ട്. അതുകൊണ്ട് പൊതുഗതാഗതത്തിലേക്ക് പോകുക എന്നുള്ളത് ലോകമാകെ അംഗീകരിച്ചിട്ടുള്ള ഒരു തത്വമാണ്. അതുകൊണ്ടാണ് പൊതുഗതാഗതം മുഴുവൻ ഫ്രീ ആക്കിയിട്ടായാലും പോലും ഞാൻ സമ്മതിക്കും. കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല, നിങ്ങൾ പൊതുഗതാഗതത്തിൽ മാത്രമേ പോകൂ. പല രാജ്യങ്ങളിൽ പൊതുഗതാഗതം പറ്റും. സിംഗപ്പൂര് നമ്മൾ മാതൃക പറയുന്ന സ്ഥലമല്ലേ, അവിടെ കാറുള്ളവർ വളരെ കുറവാണ്. എൻ്റെ സുഹൃത്തുക്കൾ വലിയ കമ്പനിയിലെ വലിയ ആളുകൾ പോലും, വലിയ പൊസിഷനിലിരിക്കുന്ന ആളുകൾ പോലും കാറ് വാങ്ങില്ല. കാറ് വാങ്ങുന്നത് ഭയങ്കര നഷ്ടമാണ്. പക്ഷേ പൊതുഗതാഗതം നല്ലതാണ്. KSRTCയിൽ സൗജന്യം കൊടുക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ ആദ്യത്തെ ആവശ്യം KSRTC ലാഭത്തിലാക്കുക എന്നതല്ല, KSRTC സർവീസ് മെച്ചപ്പെടുത്തുക, കൂടുതൽ ആളുകളിലേക്ക് KSRTC എത്തിക്കുക, കൂടുതൽ ആളുകൾ അതിൽ കയറുക. അങ്ങനെയൊക്കെ അതിന് പല മാനങ്ങളുണ്ട്. അങ്ങനെ അത് നല്ലതുമാണ്. ഇനി നമ്മൾ ഇതിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് വന്നാൽ, ഇപ്പോൾ സ്വകാര്യ ബസ്സിൽ ഓർഡിനറി ബസ്സിൽ മാത്രമാണ് ഇത് കൊടുക്കുന്നതെങ്കിൽ എത്ര ശതമാനം സ്ത്രീകൾക്ക് ഗുണകരമാവും? ഇത് ഫാസ്റ്റിലേക്ക് മാറ്റിയാൽ എത്ര കൂടുതൽ സ്ത്രീകൾക്ക് കിട്ടും? സൂപ്പർ ഫാസ്റ്റ് ഞാൻ ഇപ്പോഴും പരിഗണിക്കുന്നില്ല, AC സൂപ്പർ ഫാസ്റ്റ് ഞാൻ പരിഗണിക്കുന്നില്ല. ഈ രണ്ട് സാധനങ്ങൾ കമ്പയർ ചെയ്താൽ അതിൻ്റെ ഭാരം വളരെ കൂടുതലല്ലെങ്കിൽ ഫാസ്റ്റ് കൊടുക്കാം. അതാ ഞാൻ പറയും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു നഷ്ടം KSRTC നഷ്ടത്തിലാവില്ല എന്ന് മുഖ്യമന്ത്രി അസംബ്ലി തന്നെ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഭാരം KSRTCക്ക് അല്ല. കാരണം KSRTC അല്ല തീരുമാനിച്ചത്, ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് ഒരു കാര്യം തീരുമാനിച്ചാൽ അതിൻ്റെ ഭാരം KSRTCയുടെ മേൽ ഇടാൻ പാടില്ലല്ലോ. സിമ്പിളല്ലേ? അതിടുന്ന ക്രൂരതയാണ്. KSRTC അല്ലെങ്കിൽ സഞ്ചിത നഷ്ടത്തിന് മേൽ നഷ്ടമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പം അത് കഷ്ടിച്ച് വരുമാനം കൊണ്ട് ശമ്പളം കൊടുക്കാം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ജെൻഡർ ടിക്കറ്റിംഗ് വരും. ആ എമൗണ്ട് സർക്കാർ കൊടുക്കണം. അതാണ് കാര്യം. സർക്കാർ കൊടുക്കണം. സർക്കാർ കൊടുക്കുമ്പോൾ ഒരു ഗുണവും കൂടി ഉണ്ട്. KSRTCക്ക് ഒരു ഫിക്സഡ് വരുമാനം ഉണ്ടാകുന്നു എന്നുള്ളൊരു ഗുണമുണ്ട്. ഇപ്പോൾ KSRTC ലാഭത്തിലാക്കി എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തോമസ് ഐസക്കിൻ്റെ ഒരു ഇത് കണ്ടു, ഇതിനെതിരായി പറഞ്ഞിട്ട് ഇപ്പം തന്നെ ശമ്പളം കൊടുക്കാൻ ഞങ്ങൾ 100 കോടി കൊടുക്കുന്നു, പെൻഷൻ കൊടുക്കാൻ ശമ്പളം കൊടുക്കാൻ 60 കോടി, പെൻഷൻ കൊടുക്കാൻ 100 കോടി കൊടുക്കണം. അപ്പോൾ KSRTC അങ്ങനെ ലാഭത്തിലൊന്നും ആയിട്ടില്ല. ഇപ്പോഴും ശമ്പളവും പെൻഷനും കൊടുക്കാൻ സർക്കാർ കാശ് കൊടുക്കണം. അതിൻ്റെ ഗുണം അതിൽ ജീവനക്കാർക്ക് മാത്രമല്ലേ? ഇത് വന്നാലോ അവർ 100 കോടി മാസം 160 കോടി കൊടുത്ത് ശമ്പളവും പെൻഷനും കൊടുക്കണം. ഒരു 100 കോടിയും കൂടി കൊടുത്താൽ കേരളത്തിലെ സ്ത്രീകൾക്ക് പോകാമെന്നുണ്ടെങ്കിൽ എത്ര ആളുകൾക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ട്? നമ്മൾ അങ്ങനെയാണ് കണ്ടത്. സർക്കാരിൻ്റെ സ്കീം ചെയ്യുമ്പോൾ അത് ആർക്കൊക്കെ ബെനിഫിറ്റ് ആവും? ഏറ്റവും എന്താ പറയുക, ഗാന്ധിയൻ രീതിയിൽ പറഞ്ഞാൽ ഏറ്റവും ദുർബലരായ ആളുകൾക്ക് അത് ബെനിഫിറ്റ് ആവും. ഇനിയിപ്പോൾ ചിലർ പറഞ്ഞു കാറ് വിട്ടിട്ട് ചിലർക്ക് ടാക്സ് ഇതിൽ പോക്കോട്ടെന്നേ, ഞാൻ കാറിൽ പോണതിന് വരെ ഇതിൽ പോയി എന്ന് വെച്ചാൽ അതിൽ നല്ലതല്ലേ? അതാ ഞാൻ നേരത്തെ പറഞ്ഞേ. അതുകൊണ്ട് ഇതിൽ നഷ്ടം വരുന്നത് സർക്കാർ കൊടുക്കണം. മൂന്നാമത്തെ ഘട്ടത്തിൽ വരുമ്പോൾ സർക്കാരിന് ബാധ്യതയാവില്ലേ? തീർച്ചയായിട്ടും ആവും.
തീർച്ചയായിട്ടും. പക്ഷേ സർക്കാരിൻ്റെ പോളിസിക്ക് പിന്നെ ആരാ ബാധ്യത? ഇപ്പോൾ പെൻഷൻ തുക മറ്റേ എന്താ പറയുക, ഈ നമ്മുടെ പാവപ്പെട്ടവർക്കുള്ള പെൻഷൻ തുക 1000 രൂപ കൂട്ടിയാൽ എത്ര ബാധ്യത ഉണ്ടാവില്ലേ? ഞാൻ കമ്പയർ ചെയ്യുന്നതല്ല, അങ്ങനെ ബാധ്യത ഉണ്ടാവില്ലേ? സർക്കാരിൻ്റെ പ്രഖ്യാപനമല്ലേ? ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് വന്ന ബാധ്യത ഉണ്ടാവില്ലേ? അത് ആവശ്യമല്ലേ? ഞാൻ വിചാരിക്കുന്നത് ആരോഗ്യ ഇൻഷുറൻസ് നന്നായി നടപ്പാക്കാൻ കഴിഞ്ഞാൽ കേരളത്തിൽ ഒരുപാട് കുടുംബങ്ങൾ ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടുന്ന. വേണ്ട, കാരുണ്യ സ്കീം നന്നായി നടപ്പാക്കിയാൽ മതി. ഞാൻ പറഞ്ഞ സാമൂഹ്യക്ഷേമത്തിൽ അതിൽ പോലും ശ്രദ്ധിക്കാത്തൊരു സർക്കാരാണ് കഴിഞ്ഞ സർക്കാരെന്ന് ഞാൻ വിചാരിക്കും. അപ്പം അതുകൊണ്ട് സേവനം ജനങ്ങൾക്ക് നൽകുന്ന, നല്ല സേവനം നൽകുന്നത്, ഇതുവരെ നമ്മുടെ പ്രശ്നം KSRTCയിലെ ആളുകൾക്ക് ശമ്പളം കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതായിരുന്നു മന്ത്രിമാരുടെ പ്രധാന താല്പര്യം. അത് ശരിയാണ്, കാരണം നമ്മൾ കുറേ ആൾ ജോലിക്ക് എടുത്തിട്ട് ഒരു ശമ്പളം കൊടുക്കാൻ പറ്റും. പക്ഷേ അതിനപ്പുറത്ത് അതിൻ്റെ സേവനം മെച്ചപ്പെടുത്തുകയും കുറച്ച് ഡൈവേഴ്സിഫിക്കേഷനൊക്കെ ഗണേഷ് കുമാറിൻ്റെ കാലത്ത് വന്നിട്ടുണ്ട്, ഞാൻ ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷെ അതൊക്കെ എത്ര ലാഭമാണെന്നുള്ളതൊക്കെ പഠിക്കേണ്ടി വരും. ഇപ്പോൾ മറ്റേ ഡെസ്റ്റിനേഷൻ ടൂറിസം, അങ്ങനെ കുറേ കലാപരിപാടികളൊക്കെ ഉണ്ട്. വണ്ടി വാടകയ്ക്ക് കൊടുക്കുന്നു, പക്ഷെ അതൊന്നും പോരാ. അതൊക്കെ ഒരുപക്ഷെ വരുമാനം കിട്ടാനുള്ള ഒരു അഡീഷണൽ ആയ കൂടുതൽ ആളുകൾ KSRTC കയറണം, കൂടുതൽ ഷെഡ്യൂളുകൾ വേണം. അതിൽ ലാഭകരമല്ലാത്ത ഷെഡ്യൂൾ എന്ന് വെച്ചാൽ തീരെ മോശമായ ആരും കയറാത്ത ഷെഡ്യൂൾ, മന്ത്രിയുടെ വീടിൻ്റെ മുമ്പിൽ കൂടി പോകണം, അല്ലെങ്കിൽ MLAയുടെ വീടിൻ്റെ അടയിൽ കൂടി പോകണം എന്ന് പറയുന്ന ഷെഡ്യൂൾ നമ്മൾ നോക്കണം. ചിലപ്പോൾ വിദൂര പ്രദേശത്തേക്ക്, ഞാനങ്ങനെ യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. ആ പ്രദേശത്തേക്ക് ഈ ഒരു വണ്ടിയേ ഉള്ളൂ രാത്രി 9:30 കഴിഞ്ഞാൽ. അപ്പോൾ ആ വണ്ടി കട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ആ വണ്ടിയാണ് രാത്രി 9:30 കഴിഞ്ഞാൽ അവിടേക്കുള്ളൂ, അത് കാത്ത ആൾ നിൽക്കണേ. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ആളുള്ള റൂട്ട് വേണമെന്നല്ല, പക്ഷേ അനാവശ്യമായി കുറേ ഷെഡ്യൂളുകളുണ്ട്. ആ ഷെഡ്യൂൾ ഗ്രൂപ്പ് ചെയ്യണം, റൂട്ടുകൾ റീഗ്രൂപ്പ് ചെയ്യണം. മാനേജ്മെൻറ്റ് നന്നായി ചെയ്യാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. അതിന് തടസ്സം വരാൻ സാധ്യതയുള്ള ട്രേഡ് യൂണിയനുകളുടെ ഭാഗത്തു നിന്ന് അതൊക്കെ പരിശോധിക്കണം. പക്ഷേ ഇതൊന്നും സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുന്നതിന് പകരാവില്ല. KSRTCയുടെ സഞ്ചിത നഷ്ടം ഇത്രയും വന്നത് സ്ത്രീകൾക്ക് സൗജന്യം കൊടുത്തിട്ടൊന്നുമല്ല. 30,000 കോടി രൂപ നഷ്ടമുണ്ട്, സ്ത്രീകൾക്ക് സൗജന്യം കൊടുത്തിട്ടില്ല. സർക്കാർ ഇതുവരെ ഓരോ മാസം എത്ര രൂപ കൊടുത്തിട്ടുണ്ട്? അപ്പോൾ ഈ സർക്കാർ കൊടുക്കുന്ന പണം ഒരു പരിധി വരെ സമൂഹത്തിൽ KSRTCക്ക് പുറത്തുള്ള എന്ന് പറഞ്ഞാൽ ജീവനക്കാരല്ലാത്ത ആളുകൾക്ക് കൂടി ഗുണകരമാവണം എന്നുള്ളത് കൊണ്ടും, അതൊരു അട്രാക്റ്റീവ് ആക്കണം എന്നുള്ളത് കൊണ്ടും, സർവീസ് ബെറ്റർ ആകണം എന്നുള്ളത് കൊണ്ടും ഇത് കൊടുക്കണം. ഇത് UDFൻ്റെ പ്രധാന ഗ്യാരണ്ടിയാണ്, കൊടുക്കണം. ഒരു പക്ഷേ 2 സ്റ്റേജായിട്ട് കൊടുത്താൽ മതിയാവും. ഉദാഹരണത്തിന് ആദ്യം ഓർഡിനറി കൊടുത്തു നോക്കുക, എന്താണ് അതിൻ്റെ അവസ്ഥ നോക്കുക. ഒരു മാസം കഴിയുമ്പോൾ ഫാസ്റ്റ് പാസഞ്ചർ കൊടുക്കാമോ നോക്കുക. അതനുസരിച്ച് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാം. പഠനം കുറേ നടത്തിയിട്ടുണ്ട്, ഇനിയും പഠനം വേണ്ടി വരും, പരീക്ഷണങ്ങൾ വേണ്ടി വരും. പക്ഷെ ഇത്ര വലിയൊരു തീരുമാനം നടപ്പാക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മൾ വലിയൊരു മാറ്റത്തിനല്ലേ പോണേ, അതുകൊണ്ട് ജനങ്ങൾക്ക് എതിരായൊരു തീരുമാനം അല്ലല്ലോ. ഞാൻ അതിനെ എന്നും സ്വാഗതം ചെയ്യുന്ന ഒരാളാണ്.